കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇവിടെ പറയുന്നത് 23 അല്ലെ 25 വയസ്സ്, 23, 24, 25 വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ചിരിക്കണം. എന്തുകൊണ്ടാണ്? സന്തോഷമായ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷമായിക്കോട്ടെ. 24, 23, 25 വയസ്സിനുള്ളിൽ വിവാഹം നടന്നിരിക്കണം. പല മതാചാരങ്ങളിൽപ്പെടുന്നവരും 19 കഴിയുമ്പോൾ തൊട്ടേ വിവാഹം നടത്തുന്നുണ്ട്. അതും ഏറ്റവും അത്യുത്തമമാണ്. പക്ഷെ ഇത് മാക്സിമം 23, 24, 25 കൂടുതൽ പോകാൻ പാടില്ല. കാരണം ഇന്നത്തെ കാലയളവ് കൊണ്ടും ഈ കലിയുഗങ്ങളെ കൊണ്ടും ഒക്കെയാണ് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് ഒരു 18 വയസ്സിനും 23, 24, 25 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് വന്ധ്യതാ നിവാരണ കേന്ദ്രത്തിൽ കണ്ടുവരുന്നത്. IVF-ഉം IUI-യും ഒക്കെ ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ്? അത് പഴയ പോലുള്ള ആരോഗ്യസ്ഥിതികളോ മറ്റു കാര്യങ്ങളോ വെച്ചാൽ അതിനേക്കാളൊക്കെയുള്ള നല്ല ഫുഡുകളാന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുക. മറ്റ് വിഷമയമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും വിഷമാണ്. ഒരു കരൾ രോഗം സംഭവിക്കണേ തന്നെ ഇന്ന് മദ്യമൊന്നും ഉപയോഗിക്കണ്ട, പച്ചക്കറി മാത്രം ഉപയോഗിച്ചാൽ മതി, ഉണ്ടാവും. സംശയമില്ലാത്ത കാര്യമാണ്. അത്രയ്ക്ക് വിഷാംശം നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ന് കേരളം എന്ന് വേണേൽ പറയണം. സംശയമില്ലാത്ത കാര്യമാണ്. വിശ്വസിച്ചൊന്നും കഴിക്കാൻ പാടില്ലാത്തൊരവസ്ഥ. അതല്ല ഞാനിവിടെ പറഞ്ഞു വന്നേ. കാരണം ഇത്രയും ആൾക്കാർ ആ ഒരു ദുഃഖത്തിൽ അലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനൊരു മാറ്റം വരുത്താനാണ് നമ്മളൊക്കെ പറയുന്നത്. 25 വയസ്സ് മുമ്പ് അല്ലെ 25 വയസ്സ് മുമ്പ് വിവാഹം കഴിച്ചിരിക്കണം. ഉത്തമ സന്താനങ്ങളും പാരമ്പര്യഗതി നിലനിർത്താനും ഒക്കെ അത് ഏറ്റവും അത്യുത്തമമായിരിക്കും. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുക്കല് അല്ലെ എൻ്റെ സമീപത്ത് എത്തുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. പക്ഷെങ്കിൽ അതിനൊക്കെ നമ്മൾ പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മള് വിവാഹം കഴിച്ചിരിക്കണം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് രോഗം ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല ആചാര്യന്മാർ ഈ ഒരു കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് വിവാഹം കഴിക്കുന്ന അത്യുത്തമവും നല്ല ബുദ്ധിയുള്ളതും ഒക്കെ ആയിട്ടുള്ള പാരമ്പര്യമുണ്ടാകും. സംശയമില്ലാത്ത കാര്യമാണ്. ഇന്നത്തെ ചില പാരമ്പര്യമൊക്കെ നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. നക്കിൽ നിന്ന് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല, പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല, എഴുതുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ വരുന്നു. പഴയ കാലത്തൊക്കെ ഔഷധങ്ങളൊക്കെ സേവിച്ചായിരുന്നു പ്രസവവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. അന്ന് 19-ലും 17 ഇപ്പൊ 19 കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. 21-ലും 22-ലും ഒക്കെ വിവാഹം കഴിച്ചു വിടുന്നതായിട്ടുള്ള ആൾക്കാർ പഴയ കാലത്തെ ഉണ്ടായിരുന്നു. ഒന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിൽ കഴിക്കുമായിരുന്നു. ചകയെന്നാണ് അവർ പ്രസവിച്ചുകൊണ്ടിരുന്നത്. 17-ഉം 18-ഉം 19-ഉം 20-ഉം ഒക്കെ. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അന്നൊക്കെ മത്സരമായിരുന്നു പ്രസവിക്കാൻ. കാര്യം എന്താന്ന് ചോദിച്ചാൽ അടുത്തുള്ള ഒരാളോട് ചോദിക്കുക എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 15. അപ്പൊ വേറൊരാളിട്ട് പറയും എനിക്ക് 18 ഉണ്ടെന്ന്. അന്ന് ഭയങ്കര ക്രെഡിറ്റ് ആയിരുന്നു. 17, 18, 19 പറയാം. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ സ്റ്റൈലുണ്ട്. കല്യാണം കഴിച്ചു വിശേഷമൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഉടനെ ഞങ്ങൾ ഇച്ചിരി വെയിറ്റിങ്ങിലൊക്കെയാണ് എന്ന് പറയും. എന്തോന്ന് വെയിറ്റിംഗ് ഒന്നും വേണ്ട. കാര്യം ഇന്നത്തെ കാലയളവ് അതാണ്, ഇന്നത്തെ ഫുഡ് അതാണ്, ഇന്നത്തെ ഭക്ഷണം അതാണ്. അതുകൊണ്ടൊക്കെ ദൈവത്തെയൊക്കെ വിളിച്ച് ഈശ്വരനെയൊക്കെ വിളിച്ച് ഇതിനകത്തൊക്കെ ജ്യോതിഷത്തിലും മന്ത്രികത്തിലും ഒക്കെ ഇതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. പ്രപഞ്ചശക്തിയാണ്, ഭഗവാൻ തരുന്നതാണ്. അതിനെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രക്ഷകർത്താക്കളെ ശ്രദ്ധിക്കുക. ഈ ഒരു പ്രായത്തിനുള്ളിൽ വിവാഹം കഴിച്ചു വിട്ടിരിക്കണം. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഹോർമോൺസിന്റെ തന്നെയല്ല, വശ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രവർത്തനം ചെയ്യണമെന്നും ഗന്ധർവൻ പോലും അടുക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളപ്പോഴായി ചാടിപ്പോക്കുമൊക്കെ നടക്കുന്നേ.
നമ്മൾ നമ്മുടെ കുട്ടിയുടെ കാര്യം കൂടെ മനസ്സിലാക്കി വേണം ചെയ്യാനെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ, പിന്നെ കാണണം. കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും.